ഇരിക്കാടെ. അടുത്ത പപ്പൻ ഇങ്ങോട്ട് വാടാ. നീ എന്താണ് ഈ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നേ? അത് പിന്നെ എന്താ ടീച്ചറെ? നീ എന്താണ് ഈ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നേന്ന്? അത് പിന്നെ ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടാണ് എഴുതിയത് ടീച്ചറെ. ഞാൻ വായിച്ചതാണ് എന്റെ ക്രിയേറ്റിവിറ്റി. ചോദ്യം 1, ഉപ്പ് സത്യാഗ്രഹം എന്നാണ് നടന്നത്? ഉത്തരം, ആ സമയത്ത് എന്റെ വാച്ച് കേടായിരുന്നു, അതുകൊണ്ട് കറക്റ്റ് സമയം എനിക്കറിയില്ല. ഇതാണോടാ നിന്റെ ക്രിയേറ്റിവിറ്റി? ടീച്ചറല്ലേ പറഞ്ഞത് എപ്പോഴും സത്യം പറയണമെന്ന്, അതുകൊണ്ട് ഞാൻ സത്യം എഴുതി വെച്ച്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. ന്യൂട്ടന്റെ 3-ാം നിയമം ചോദിച്ചപ്പോ എന്താ എഴുതി വെച്ച്? അത് പിന്നെ ടീച്ചർ തന്നെ വായിക്ക്. പരീക്ഷയ്ക്ക് തോറ്റാൽ അച്ഛൻ അടിക്കും, അച്ഛൻ അടിച്ചാൽ മകൻ തിരിച്ചു കരയും. ഇതാണ് ഓരോ ആക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ആ ഉത്തരം എന്തായാലും കളിക്ക്. നിനക്ക് 0 മാർക്ക്. എല്ലാരും നാളെ അച്ഛനെ കൊണ്ട് പേപ്പറിൽ ഒപ്പിടിച്ച് തരണം, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റൂല. ടീച്ചറെ, എന്റെ അച്ഛൻ നാട്ടിലില്ല, പകരമായി എന്റെ പേപ്പറിൽ വിനെ ഒപ്പിട്ടാ മതിയോ? അവൻ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് അല്ലേ, അതുകൊണ്ട് അവന്റെ ഒപ്പിന് നല്ല വില ഉണ്ടാവില്ലേ? ഇനി നീ നിന്റെ വായ തന്ന ക്ലാസ്സിന് പുറത്തേക്ക് പോകേണ്ടി വരും കേട്ടോ. എടാ, പേപ്പർ നമ്മൾ പോകുമ്പോ ആ കപ്പലന്റെ വിൽപ്പനക്കാർക്ക് കൊടുത്താലോ? ആൾക്ക് പേപ്പർ കൊടുത്താൽ കുറച്ച് പൈസയിലും കിട്ടും. ഏയ് വേണ്ട വേണ്ട, ഞാനിത് സൂക്ഷിച്ചു വെക്കും. ഭാവിയിൽ ഞാൻ വലിയ ആളാവുമ്പോ ഇത് ലേലം ചെയ്യാനുള്ളതാ. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ? പിന്നല്ല, അനക്കറിയോ മെസ്സിയൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിച്ച കാലത്ത് 0, 1, 2 മാർക്കില്ലാത്തല്ലേ, അതൊക്കെ പാളി ലേലം വിളിച്ചിട്ടേ ലക്ഷങ്ങളാ മേടിച്ചത്. പിന്നെ ഒരു കാര്യം അനക്കറിയോ, മെസ്സി ഇപ്പം അടുത്തൊരു 13 മേടിച്ചിട്ടോ, 13 ഐഫോൺ മേടിച്ച്. അത് ആള് ആ കടയിൽ കൊണ്ടു വെച്ചിട്ട് വേറെ 17 Pro Max മേടിച്ച്. അപ്പം 13 വില ചോദിച്ച ആൾക്കാരോട് ഒരു പറയുന്നതേ 2 ലക്ഷം റുപ്യ. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചു. ഇതിനെന്താ? ഇതിന് 2 ലക്ഷം